ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത മന്ത്രിക്കെതിരെ നിലപാട് ഘടിപ്പിച്ച് CITU. നിയമസഭാ സമ്മേളനം പുരോഗമിക്കുന്നതിനിടെ സെക്രട്ടേറിയറ്റ് നടയിൽ മന്ത്രിക്കെതിരെ അനിശ്ചിതകാല സമരം തുടരുകയാണ് ഇടതുപക്ഷ യൂണിയൻ. ഇടതുമന്ത്രി ആ സ്വഭാവം കാണിച്ചില്ലെങ്കിൽ തിരുത്താൻ അറിയാമെന്നാണ് യൂണിയൻ നേതാക്കൾ പറയുന്നത്. ഇവിടെ നടന്ന ചർച്ചയിൽ എല്ലാവരും വളരെ സൗഹൃദപരമായിട്ടാണ് സംസാരിച്ചത്. പറഞ്ഞ CITUവിൻ്റെ നേതാക്കൾ വരെ ഈ മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ മിനിറ്റ്സിൽ പറഞ്ഞ ഒരക്ഷരവും ഞങ്ങൾ മാറ്റിയിട്ടില്ല. വളരെ അന്തസ്സായ ഒരു വാക്കിൻ്റെ പുറത്താണ് ഈ സമരം പിൻവലിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിലെ യൂണിയൻ നിലപാടിനെ ഈ വിധത്തിലായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നോക്കിക്കണ്ടിരുന്നതും വിശദീകരിച്ചിരുന്നതും. എന്നാൽ സമരം അവസാനിപ്പിച്ചു മടങ്ങിയ CITU ആകട്ടെ നിയമസഭാ സമ്മേളനം ആരംഭിച്ച അന്നു തന്നെ മന്ത്രിക്കെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ പ്രതിഷേധം പുനരാരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ശുദ്ധ നുണയാണ്. ഒരു സാധാരണഗതിയിൽ ഒരു മീറ്റിംഗ് ആരംഭിക്കുമ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവരും അതിൽ ഒപ്പിടും. അങ്ങനെ ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എല്ലാം സംഭവിച്ചു എന്നാണ് പറയുന്നത്. ആ തരത്തിൽ നുണയാണ് പറയുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാരെ എങ്ങനെയെങ്കിലും ഈ മേഖലയിൽ നിന്ന് ഓട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുറേ നിയമങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുകയാണ്. ഇടതുപക്ഷത്തിന് പോലും അപമാനമാണ് ഈ മന്ത്രി. കഴിഞ്ഞ മാസം 15-ന് നടന്ന ചർച്ചയ്ക്ക് ശേഷം ടെസ്റ്റ് പരിഷ്കരണത്തിൽ മന്ത്രി പുതുതായി കൂട്ടിച്ചേർത്ത വ്യവസ്ഥകളാണ് CITUവിനെ ചൊടിപ്പിച്ചത്. ഇടതു മന്ത്രിസഭയുടെ ഭാഗമാണ് താനെന്ന ഓർമ്മ ഗണേഷ് കുമാറിന് വേണമെന്നാണ് CITUവിന്റെ ഉപദേശം. ഞാൻ ഇനി മുതൽ നല്ല ലൈസൻസ് കൊടുക്കുമെന്നാണ് ഗണേഷ് പറഞ്ഞത്. അപ്പം ഇന്നലെ വരെ ഈ 3 മന്ത്രിമാരെ കീഴിൽ മോട്ടോർ വാഹന വകുപ്പ് കൊടുത്ത ലൈസൻസൊക്കെ വ്യാജം. മാറ്റം വരണം. മാറ്റം വരുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് LDFിൻ്റെ നയവുമല്ല, അത് ഞാൻ സൂചിപ്പിക്കാം. ഞങ്ങൾ LDFിൻ്റെ നേതാക്കന്മാരോടും ഇതൊക്കെ ആയിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിച്ചതാണെന്ന് മന്ത്രിയും ഗണേഷ് കുമാർ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് CITUവും പറയുമ്പോൾ ഒരേ പക്ഷത്തുള്ള രണ്ടുപേരുടെ നേർക്കുനേർ പോരാട്ടമാകും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. റിപ്പോർട്ടർ, തിരുവനന്തപുരം.